ഹായ്, ഞാനിന്നൊരു പരിപ്പ് കറിയാണ് കാണിക്കുന്നത്. പയർ കറിയാണ്. അത് വന്നിട്ട് നമ്മൾ വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് പയർ എടുത്തിട്ട് ആവശ്യത്തിന് ഞാനിതൊരു 1.5 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു സവാള അരിഞ്ഞതും, ഒരു പച്ചമുളക് കീറിയത്, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇത്രയും ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിനിട്ട് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 5 വിസിൽ വരുന്നത് വരെ വേവണം. നല്ല വെന്ത് കിട്ടണം, അതിനാണ്. ഇനി അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങയും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അരച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതും ഒരു ഏലക്ക ചതച്ചതും ഇടാം. അതൊന്ന് റോസ്റ്റായി വരണം, എന്നാൽ നല്ല മണമുണ്ടാവും. ഇപ്പോൾ പയറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെന്ത പയർ ചേർക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. അതിത്തിരി ഇതേപോലെ നല്ല വെന്ത് കിട്ടണം. എന്നിട്ട് നമ്മൾ ഉപ്പും ആവശ്യത്തിനിടണം. എന്നിട്ട് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കാം. അരപ്പും ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ പരിപ്പ് കറിയിൽ മുട്ട പുഴുങ്ങിയതിട്ടിട്ട് അങ്ങനെ എടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം, ദോശ, റൊട്ടി, ചപ്പാത്തി, ചോറ് എല്ലാവർക്കും നല്ലതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.